ഭീകരവാദ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന തടിയൻ്റെവിട നസീറിന് ജയിലിൽ സുഖവാസം ഒരുക്കുന്നത് ആരാണ്? പരപ്പന അഗ്രഹാര ജയിലിൽ നസീറിനും കൂട്ടാളികൾക്കും മൊബൈൽ ഫോൺ മുതൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. വഴിവിട്ട സഹായം നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജയിലിലെ സൈക്കാട്രിസ്റ്റ് അടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തു. ജയിൽ ഡോക്ടർ നാഗരാജ്, ASI ചാൻ പാഷ, ഒളിവിലായിരുന്ന പ്രതിയുടെ അമ്മ അനീസ് ഫാത്തിമ എന്നിവരെ NIA പിടികൂടിയത്. ഇവരുടെ വീടുകളിൽ നിന്ന് ഡിജിറ്റൽ ഉപകരണങ്ങളും പണവും സ്വർണവും നിരവധി രേഖകളും പിടിച്ചെടുത്തു. നസീറിൻ്റെ നേതൃത്വത്തിൽ ജയിലിനുള്ളിൽ തടവുകാർക്കിടയിൽ മതതീവ്രവാദം വളർത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നും NIA പരിശോധിക്കുന്നുണ്ട്. തടിയൻ്റെവിട നസീർ ഉൾപ്പെടെയുള്ള തടവുകാർക്ക് വഴിവിട്ട സഹായം നൽകിയ സംഭവത്തിലാണ് 3 പേരെ ദേശീയ അന്വേഷണ ഏജൻസി ഇന്നലെ അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ 2 ജില്ലകളിലായി നടത്തിയ തെരച്ചിലിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. തടിയൻ്റെവിട നസീറിന്റെ നേതൃത്വത്തിൽ ജയിലിനുള്ളിൽ തടവുകാർക്കിടയിൽ മതതീവ്രവാദം വളർത്താൻ ശ്രമം നടക്കുന്നുവെന്നാണ് NIA കണ്ടെത്തൽ. ജയിലിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ നാഗരാജ്, ASI ചാൻ പാഷ, തീവ്രവാദ കേസിൽ ഒളിവിൽ പോയ ജുനൈദ് അഹമ്മദിന്റെ മാതാവ് അനീസ് ഫാത്തിമ എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ പ്രതികളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ വിവിധ ഡിജിറ്റൽ ഉപകരണങ്ങൾ, പണം, സ്വർണം, രേഖകൾ എന്നിവയും പിടിച്ചെടുത്തു. തടിയൻ്റെവിട നസീർ ഉൾപ്പെടെയുള്ള ജയിൽ തടവുകാർക്ക് ഉപയോഗിക്കുന്നതിനായി നാഗരാജ് മൊബൈൽ ഫോണുകൾ ഒളിച്ചു കടത്തിയിരുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞു. നസീറിനെ വിവിധ കോടതികളിലേക്ക് എത്തിക്കുന്നതിന്റെ വിവരങ്ങൾ കൈമാറിയതിനാണ് ASI അറസ്റ്റിലായത്. സിറ്റി ആംഡ് റിസർവിലെ ASI ആണ് ചാൻ പാഷ. തടിയൻ്റെവിട നസീറിന് വിവരങ്ങൾ കൈമാറുകയും ജയിലിൽ പണം എത്തിച്ചു നൽകുകയും ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അനീസ് ഫാത്തിമയെ അറസ്റ്റ് ചെയ്തത്. 2023 പരപ്പന സെൻട്രൽ ജയിൽ കേന്ദ്രീകരിച്ച ലഷ്കർ ഇ തോയ്ബയുടെ സ്ലീപ്പർ സെൽ നഗരത്തിൽ വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്തുമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തടിയൻ്റെവിട നസീറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതെന്നും വ്യക്തമായിരുന്നു. കേസിൽ മറ്റു പ്രതികൾക്കായി അന്വേഷണം നടക്കുകയാണെന്നാണ് NIA വൃത്തങ്ങൾ നൽകുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, News 18.